Hi guys, you guys watching Anansi. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ 65 ഓർത്തി ചിയാൻ 62 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ അതിൽ ചിയാൻ വിക്രമാണ് 62ാമത്തെ പടം. അതിൽ SU അരുൺകുമാറിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. മറ്റേ ചിത്തയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പുതിയ കിടിലൻ പടം ഇറങ്ങിയില്ലേ, ഞാൻ പടം കണ്ടിട്ടില്ല. പക്ഷേ ഭയങ്കര അടിപൊളി റിവ്യൂ ആണ്. ഞാൻ കാണാത്തതുകൊണ്ട് റിവ്യൂ എടുത്തില്ല. ജി വി പ്രകാശ് കുമാർ ഞാൻ വേറെ എവിടെയോ ഞാൻ കണ്ട പോലെ. ജി വി പ്രകാശ് കുമാർ നിങ്ങൾക്ക് ഏതാ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏതോ ഇയാളെ മ്യൂസിക്കിൻ്റെ അല്ലേ, ഇയാളെ എവിടെയോ കണ്ടിക്കണം. എടുത്തയാടാ, എനിക്കെന്താ ഓർമ്മ കിട്ടാത്ത അറിയില്ല. ഓക്കെ, അതിൻ്റെ ചിയാൻ 62ൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, അനൗൺസ്മെൻറ്റ് വീഡിയോ. നമുക്ക് റിയാക്ട് ചെയ്യാം ഗൈസ്. എന്തൊക്കെ ഉണ്ടെന്ന് റിയാക്ട് ചെയ്യാം. 3 മിനിറ്റോ ടമ്മി അനൗൺസ്മെൻറ്റ് വീഡിയോ 3 മിനിറ്റോ, അതെന്താ അത്? ഓക്കെ ഗൈസ്, നമുക്ക് റിയാക്ട് ചെയ്യാം. സ്റ്റാർട്ട്. ചാപ്റ്റർ 1 പോലീസ് സ്റ്റേഷൻ. ഇതെന്താ സീരീസാ, മൂവിയല്ല? നടക്കാൻ പറ്റുന്നില്ല. ஐயா, ரூபாய்க்கு நேரம் ஆச்சுங்கய்யா, போனையா ஏதாவது வாசிடா போகலாம். ஐயா, இது கட்டி போட்டு வாசி சொல்கிறது நியாயம் இல்லைங்க ஐயா. ஏய், பேச்ச குறடா, வாசி. அண்ணே வாசிங்கண்ணே. മ്യൂസിക്കാ? ജി വി പ്രകാശ് കുമാർ. ஏங்க இந்த ரைட்டர் எங்கங்க போனாரு? சிஎஸ்ஆர் போனோம் கம்ப்ளைண்ட் റൈറ്ററോ? தேடிட்டு இருக்காரு. കംപ്ലൈൻറ്റ്. நீங்க எழுத வேண்டியது தானே? ஏங்க உங்களுக்கு தான் என்ன பத்தி தெரியும்ல, அவர் எங்கங்க வந்தவஸ்து கிளம்பிட்டு இருக்காரு. போன் அடிச்சு ரெக்கார்ட் பண்றாரு. ஏங்க கம்ப்ளைண்ட் கொடுக்க ஆள் வந்திருக்கு, எஸ்ஐ கத்திட்டு இருக்காரு. ஹலோ ரைட்டர், கொஞ்சம் சீக்கிரம் வாங்க. கிளம்பிக்கிட்டு இருக்கேன், வேற யாராவது எழுதுங்கய்யா. நீங்க தான் எழுதுனுங்கறாங்க, வாங்க. എടാ, റൈറ്റർ എന്ന് പറയുമ്പോൾ റൈറ്ററിനെ കാണിച്ച്, അതാണ് നേരത്തെ മ്യൂസിക് എന്ന് പറഞ്ഞപ്പോൾ. ஆள் அடையாளம் கட்ட முடியுமா? இருமா ஒன்றும் பிரச்சனை இல்லைம்மா, நான் பார்த்துக்கிறேம்மா. இருமா. പോലീസ് സ്റ്റേഷൻ കയറി ഒട്ടിക്കുന്നത്. ഓ சுற்றுவா. കാണിക്ക്. ആടാ പിന്നെടുത്തിട്ട് அவனை பிடிங்க. ஏய், நின்றா. தம்பி, உனக்கு ஒரு விஷயம் சொல்லட்டுமா? நான் தான் ஆஸ்பத்திரி கூட பாரு, வழியை பாரு, நம்ம எப்போ வேணாலும் பேசிக்கலாம். இடம் தெரியும்ல? கலைவாணி என்டர்பிரைசஸ், வடக்கு சன்னதி தெரு, திருத்தணி 631209. பக்கத்து கடைக்காரர் நம்ம கடையை மறைக்கிற மாதிரி போர்டை வச்சு மறைச்சிட்டாரு. எட்டி பார்த்தா தெரியும். அது கேள்வி. ഓ യാർടാ നീന്ന് പറഞ്ഞപ്പോ ചിയാൻ വിക്രം. இந்த டேபிளை வேற உடைச்சுக்கிட்டானுங்க. ஐயா வந்தா என்ன பதில் சொல்றதுன்னு தெரியல. അങ്ങനെ ஏய், அன்டன்டி റിയ அன்டன்றல, வந்துட்டேன். பிள்ளைங்கிட்ட சொல்லு, வந்துட்டேன். அன்டன்டி. ஏய் சத்தியமூர்த்தி, என்ன சட்டை பலபலனுது? ஏய் அப்பா வந்துட்டேம்மா, வந்துட்டேன். இங்க பாரு, திரும்பிட்ட பாரு. ഷൂട്ടിംഗ് സ്റ്റാർട്ടിങ് സൂൺ. എടാ ഇതെന്ത് അനൗൺസ്മെൻറ്റ് വീഡിയോടാ? ഇതെന്ത് അനൗൺസ്മെൻറ്റ് വീഡിയോയാണ്? എടാ ഇങ്ങനെ ഞാൻ അനൗൺസ്മെൻറ്റ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എടാ ഭയങ്കര
എടാ ഭയങ്കര കിടിലാണ്. ലൈക്ക് എനിക്ക് ആദ്യം മനസ്സിലായിട്ടല്ലോ മ്യൂസിക്കിൻ്റെ കാണിക്കുന്നത്, മ്യൂസിക്കിൻ്റെ ഇങ്ങനെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് GV പ്രകാശ് കുമാർ എന്ന് പറഞ്ഞ മ്യൂസിക്കിൻ്റെ പറഞ്ഞല്ലോ. അത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ രണ്ടാമത് ആ റൈറ്ററിനെ ഭയങ്കര എടുത്തിങ്ങനെ പറയുക, റൈറ്റർ വന്ന് എഴുതുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ റൈറ്ററിനെ കാണിക്കുകയാണ്. എന്തായിരുന്നു, അരുൺകുമാറിനെ റൈറ്ററിനെ കാണിക്കുകയാണ്. ഡയറക്ഷനും റൈറ്ററും ആൾ തന്നെയല്ലേ ഈ ഇതിലൊക്കെ, അങ്ങനെ അതില്ലേ തമിഴിലൊക്കെ ഡയറക്ഷനും റൈറ്ററും ആൾ തന്നെയാണെന്ന് കാണിക്കുമ്പോൾ അപ്പോഴേ ഞാൻ ക്ലിക്ക് ആടാ പറഞ്ഞ തന്നെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തുവാ സ്റ്റണ്ടിൻ്റെ ഒന്നും കാണിക്കില്ലല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാ നീ ആരാന്ന് ചോദിക്കില്ലേ, അപ്പോൾ ചിയാൻ വിക്രം എന്ന് പറഞ്ഞിട്ട് എടാ ഭയങ്കര അടിപൊളി. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. സോ എനിക്കിങ്ങനെ ഭയങ്കര കിടലായിട്ട് തോന്നുക, എന്തോ വെറൈറ്റി ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കിടലായിട്ട് തോന്നി. മാത്രമല്ല 3.43 സെക്കൻഡ്, 3 മിനിറ്റും 43 സെക്കൻഡും ഉണ്ട് ഇത്. അനൗൺസ്മെൻറ്റ് വീഡിയോ സാധാരണ നോർമലി ഉണ്ടാവുക എന്തെങ്കിലും ഒരു മോഷനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പിക്ചറോ അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇത് ചിയാൻ 62 എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇറക്കി, ഭയങ്കരമായിട്ടൊരു വീഡിയോ തന്നെ ആയിട്ട് ഇറക്കി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ റിയാന്നത് കഴിഞ്ഞിട്ട് മറ്റേ ടേബിൾ പൊട്ടില്ലേ, ആ ടേബിൾ പൊട്ടുമ്പോൾ റിയ എന്ന് പറഞ്ഞിട്ട്, അതായത് ആ സാധനം പൊട്ടി, നീ അത് നന്നാക്കണം, അതിനെന്താ പൈസ വേണം, പൈസ പ്രൊഡക്ഷൻ. എടാ ഭയങ്കര കിടിലൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണുന്നത്. അതിനുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കിടിലായിട്ട് തോന്നി. എടാ പക്ഷേ അത് ഭയങ്കര ലേറ്റായിപ്പോയി. ഞാൻ ഇത് കാണുന്നത് തന്നെ 7 hours ago എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. എടാ പക്ഷേ ഇത് നേരത്തെ ഇടേണ്ട സാധനമായിരുന്നു. ഞാൻ പക്ഷേ ഗോകുൽ FC-ൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് സ്റ്റേഡിയത്തിൽ പോയിട്ട് കളി കണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര കിടിലൻ ഫീലായിരുന്നു. ഓക്കെ, ഭയങ്കര നൈസ്. എന്തായാലും ഇതെനിക്ക് കട്ട ലൈക്കായി, ഈ അനൗൺസ്മെൻറ്റ് വീഡിയോ കട്ട ലൈക്കായി. ഈ ഒരു വീഡിയോ കാരണം തന്നെ ഈ ഒരു പടം എന്താവും എന്നുള്ളത്. പിന്നെ ചിയാൻ വിക്രത്തിൻ്റെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും. ഒരു പടത്തു നിന്ന് മാറിയിട്ടായിരിക്കും മറ്റേ പടം എന്താ ആയിക്കോട്ടെ, പക്ഷെ ഭയങ്കര ഒരു വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു നല്ലൊരു നടനാണ് വിക്രത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ പടം കാണും. ഈ പടത്തിന് പിന്നെ ഒരു ടെമ്പറേച്ചർ ഒരു കൂടിയൊരു ടോണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈവൻ നൈറ്റ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണോ നൈറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണ്. ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു യെല്ലോയിഷ് ഓറഞ്ച് ആ ഒരു ടോണിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നി. സംഭവം എടാ ഭയങ്കര അടിപൊളിയാടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവമല്ലേ. ഇങ്ങനെ ഓരോ ഐഡിയാസ് വരുമ്പോൾ, അതിൻ്റെ ഉള്ളിൽ ഐഡിയാസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ LCUവിൻ്റെ ആ ഒരു സംഭവം തന്നെ, ഓരോ ഐഡിയാസ് അതിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ രസകരമായിട്ട് തോന്നുക ചില പടങ്ങൾ. ആ പടം ഫുള്ള് കോപ്പിയാണ് വേറെ കാര്യം. ഓക്കെ ഗൈസ്, എന്താവും നമുക്ക് നോക്കാം ഈ ഒരു പടം. നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് തോന്നിയതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഷെയർ, നിങ്ങൾക്ക് അത്രയ്ക്ക് ലൈക്ക് ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. സബ് ഭയങ്കരമായിട്ടൊന്ന് കൂടാണ്ട് കൂട്ടൂല നിങ്ങൾ സൂപ്പറാണ്, നിങ്ങളെല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കാണാം.